വളരെ മിനിമൽ പ്രൊഡക്ട്സിൽ എങ്ങനെ നമുക്ക് ഗെറ്റ് ബിസിനസ് ചെയ്യാം. കമോൺ. അപ്പം ഇന്നെന്ന് പറയുന്നത് ഒരു ചെറിയൊരു മേക്കപ്പ് വ്ലോഗാണ്. അതായത് ഈസി ആയിട്ട് ക്വിക്കായിട്ട് നമുക്കൊരു മേക്കപ്പ് എങ്ങനെ ചെയ്യാം അതാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. വളരെ മിനിമൽ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ വലിയ വലിയ പ്രൊഡക്റ്റ് ഒന്നും ഇല്ല. ഉള്ളത് വെച്ച് നമുക്ക് എങ്ങനെ റെഡി ആവാം എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഐറ്റംസ് എല്ലാം റെഡിയാണ് ഗൈസ്. ഇതെന്റെ പഴയ പൗച്ചാണ് കേട്ടോ, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, നെവർ മൈൻഡ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ ഫേസ് ഒക്കെ നല്ല ഫേസ് വാഷ് വെച്ച് കഴുകിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഫേസ് വാഷ് ആണ്. അതിനെല്ലാം ലിങ്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് ഡെർമാക്കോ വെച്ചിട്ടാണ് വൈറ്റമിൻ സി സിറം, ഡെർമാക്കോയുടെ വൈറ്റമിൻ സി സിറത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ അപ്ലൈ ചെയ്യും, കഴുത്തിൽ അപ്ലൈ ചെയ്യും, എന്നിട്ട് ഡാബ് ചെയ്യാം. കഴുത്തിലൊക്കെ നല്ലോണം അപ്ലൈ ചെയ്യണം കേട്ടോ. സിറത്തിന് ശേഷം നെക്സ്റ്റ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നു. കുറെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കൊലത്തിലുള്ളത്. ഇതാണ് എമോലിൻ മോയ്സ്ചറൈസർ. ആക്ച്വലി ഇത് എൻ്റെ സ്കിന്നിന് നല്ല എഫക്റ്റീവ് ആണ്. എൻ്റെത് ഓയിലി ആൻഡ് നോർമൽ സ്കിന്നിന് മിക്സ്ഡ് ആണ്. കൈൻഡ് ഓഫ് എ നോർമൽ സ്കിൻ എന്ന് പറയാം. എനിക്കങ്ങനെ വലിയ ബ്രേക്ക്ഔട്ട്സ് ഒന്നും അധികം ഉണ്ടാകാറില്ല. എമോലിൻ കിഡിലെ മോയ്സ്ചറൈസർ ആണ്. ഐ വുഡ് സജസ്റ്റ്, ബട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വാങ്ങിക്കുക. ഞാൻ മോയ്സ്ചറൈസർ എടുത്തു, അതിന് ചുറ്റും നമ്മളത് അപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മുടെ വൈറ്റമിൻ സി സിറവും മോയ്സ്ചറൈസറും ഉണ്ടായി. ഇനി അടുത്തത് ഇതിന്റെ പുറത്ത് നമ്മൾ സൺസ്ക്രീൻ ഇടാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഹൈറലുണിക് ആസിഡ് ഹൈറലുണിക് സൺസ്ക്രീൻ ആണ്. നമ്മുടെ ഡെർമാക്കോയിന്റെ തന്നെയാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. എനിക്കൊരു ഇഷ്യൂസും ഇല്ല ആൻഡ് ഇറ്റ് ഇസ് വെരി എഫക്റ്റീവ് ഓൾസോ. സോ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. നല്ലോണം സൺസ്ക്രീൻ നമ്മുടെ എല്ലാ സ്കിന്നിൽ കവേർഡ് ആവണം. ഓക്കെ, അത് ഇവിടെ അതേപോലെ കഴുത്ത്, കൈ എല്ലാം നല്ലപോലെ കവർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ 3 കോട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ മേക്കപ്പ് സാധനങ്ങളിലേക്ക് പോകുന്നത്. എന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയൊക്കെ കുറച്ച് ഡാർക്ക് ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് കളർ കറക്റ്റർ യൂസ് ചെയ്യും. ഓക്കെ, സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിന്റെ പ്രോ കൺസീലർ പാലറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഈ കുറെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. സോ ഇതിൽ ഞാൻ ഓറഞ്ച് കളർ എൻ്റെ ബ്രഷസ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഭയങ്കരമായിട്ട് ചെയ്യാത്തതുകൊണ്ട് സിമ്പിളായിട്ട് ഞാൻ ഈ ഡാർക്ക് ഏരിയാസിൽ ഇതിവിടെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഓറഞ്ച് കളർ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഇവിടെ 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 നമ്മൾ കുറച്ച് ഓവർ ആവാനും പാടില്ല. ഇതിങ്ങനെ നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒത്തിരി ഡാർക്കായിട്ട് ഓറഞ്ച് വല്ലാണ്ട് കൂടി പോരുത് കേട്ടോ, ലൈറ്റായിട്ട് മാത്രം എടുക്കുക. ഇവിടെ നമ്മുടെ ഓറഞ്ച് കവേർഡ് ആയിട്ടുണ്ട്. സംഭവം ആ ഒരു ഡാർക്ക് സർക്കിൾ കുറച്ച് കുറയ്ക്കാനാണ് കേട്ടോ കളർ കറക്റ്റ് യൂസ് ചെയ്തത്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓറഞ്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കുറച്ചും കൂടി ആക്കി കൊടുക്കാം. കണ്ണിൽ പൊടി അടിച്ചിട്ട് റെഡ് കളറിലിരിക്കുക. ഓക്കെ, ഇനി ഇതിന്റെ പുറത്ത് നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യും. ഞാൻ കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഞാൻ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. മേബിലിന്റെ സൂപ്പർ സ്റ്റേ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ആണ്. ഞാൻ വളരെ കുറച്ച് ഡ്രോപ്പ് എടുത്തിട്ട് നമുക്ക് അധികം കേക്കി ലുക്ക് വരാണ്ട് സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു ക്വിക്ക് ആയിട്ടുള്ളത് മതിയല്ലോ. അപ്പൊ ഞാൻ സ്പഞ്ച് വാങ്ങിച്ചിട്ടേ ഉള്ളൂ, വന്നിട്ടില്ല. ഞാൻ കൈകൊണ്ട് തന്നെ ഇതും ചെയ്യുന്നത്. കുറച്ച് കയ്യിൽ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് 128 എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇവിടെ എല്ലാം ഈവൻലി നമ്മുടെ ഫൗണ്ടേഷൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നല്ല മണമുണ്ട്, ഐ മീൻ നല്ല ലാസ്റ്റിങ്ങും കൂടി ഉണ്ടാവും കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ. ഈവൻലി എല്ലായിടത്തും ഡാബ് ചെയ്യുക. നല്ല കോമഡി ആയിട്ട്. ഇനി എന്താന്ന് വെച്ചാൽ ഞാനിത് നമ്മുടെ ബ്രഷും ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. നല്ലോണം ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതിലുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫൗണ്ടേഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കോമ്പാക്ട് പൗഡർ. ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് മേബിലിന്റെ സൂപ്പർ സ്റ്റേ എന്ന് പറയുന്ന കോമ്പാക്ട് പൗഡർ തന്നെയാണ്. 128 തന്നെയാണ് എൻ്റെ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്ത് കണ്ടു തീരാറായി. അപ്പോൾ ഇനി ഇത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് അവൈലബിൾ ആണ്. എടുത്തിട്ട് നമ്മളിനി ആ ഒരു ഫിനിഷിങ് ടച്ച് കിട്ടണം. ഓക്കെ, അത് നമ്മൾ ഇവിടെ എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം.
നമുക്ക് വേണമെങ്കിൽ ഗെറ്റ് റെഡി വിത്ത് മീ എന്നും പറയാം. ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലായിട്ടൊന്നും കൺസിഡർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ബിക്കോസ് ഇതെല്ലാം ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് എൻ്റെ ഒരു രീതി മാത്രം. എല്ലായിടത്തും ഈവനായിട്ട് കൊടുക്കാം. ഓക്കെ, ഏകദേശം നമ്മുടേതായിട്ടുണ്ട്. ഞാൻ പിന്നെ ലാസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഒന്ന് കൈ വെച്ചിട്ട് കൂടിയിട്ട് ഒന്ന് സെറ്റ് ആക്കും. ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ എൻ്റെ ഒരു സമാധാനത്തിൽ. ഓക്കെ, കൂൾ. ഇപ്പൊ നേരത്തെ കുറെ കൂടിയിട്ട് കവേർഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യണം. ബ്ലഷ് അതിന് മുന്നേ നമുക്കൊന്ന് ജസ്റ്റ് ഐബ്രോ ചെയ്യും. ഐബ്രോ പെൻസിലിന് ഞാൻ യൂസ് ചെയ്യുന്നത് മാഴ്സിന്റെ ബ്രൗൺ കളർ ഐബ്രോ ആണ്. ബ്രൗൺ കളർ ഐബ്രോ പെൻസിൽ ആകുമ്പോൾ നമുക്ക് ഒത്തിരി ഇങ്ങനെ വരച്ച് വെച്ച പോലെ തോന്നൂല, ബ്ലെൻഡ് ചെയ്തിരുന്നോളും. ഞാനിത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഞാൻ ലൈറ്റ് ആയിട്ട് കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ. മാഴ്സിന്റെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ഡാർക്ക് ആക്കിയിട്ടുണ്ട്. ഇച്ചിരി സൈഡൊക്കെ ഞാൻ കൂടുതൽ സൈഡ് ഡാർക്ക് ആക്കും. വളരെ ലൈറ്റ് ആയിട്ട് ചെയ്താൽ മതി, ഒത്തിരി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായി പോകും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് കണ്ണെഴുതാം. കണ്ണെഴുതുന്നതിലാണ്. അപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് മെയ്ബലിന്റെ ഐലൈനർ ആണ്. ഇത് വളരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക്, വാട്ടർ പ്രൂഫ് ആണ്. സോ കണ്ണെഴുതുന്നതിലേക്ക് കിടക്കാം. ക്ലോസ് ആയിട്ട് എഴുതാൻ എനിക്ക് അറിയില്ല ഗൈസ്. ക്യാമറ നോക്കി എഴുതുന്നത് ഇസ് വെരി ടഫ്. അങ്ങനെയാണ് ഞാൻ എന്താ ഇവിടെ ഇപ്പൊ ഏകദേശം വിണ്ടായിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, ഇതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തൂടി ചെയ്തിട്ട് വരാം. കണ്ണിന്റെ മേളുഭാഗം രണ്ടും എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് അടിയിലത്തെ പോർഷൻ എഴുതാം. അടിയിൽ ഞാൻ എഴുതാനായിട്ട് യൂസ് ചെയ്യുന്നത് അതും നമ്മുടെ മെയ്ബിലിൻ ന്യൂയോർക്കിന്റെ കൊളോസൽ കാജലാണ്. ആസ് യു ക്യാൻ സീ ഹിയർ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല ലാസ്റ്റിക് ആണ്. അപ്പൊ ഞാൻ കണ്ണിന്റെ അടിയിൽ ഇവിടെ ഞാൻ കണ്ണെഴുതുമ്പോൾ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ കണ്ണിന്റെ അടിയിൽ ഇങ്ങനെ എഴുതുമല്ലോ. ഓക്കെ, അടിയിലും എഴുതാ. ഞാനിങ്ങനെ മുകളിലും കൂടിയിട്ട് നല്ലോണം എഴുതാം. വാവ്, ലുക്ക് അറ്റ് ദിസ് ഗൈസ്. അതേപോലെ ഇപ്പുറത്തെ കണ്ണിലും എഴുതാം. അങ്ങനെ കണ്ണ് രണ്ടും എഴുതി കഴിഞ്ഞിരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് അടിയിൽ ഐലൈനർ വെച്ചും കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ വരും. പക്ഷെ തൽക്കാലം ഇത് മതി. ഇനി നമുക്ക് ഐലാഷസിന് ഞാൻ മെയ്ബിലിൻ ന്യൂയോർക്കിന്റെ എല്ലാം ഹൈപ്പർ കേൾ എന്ന് പറയുന്ന ഐബ്രോസ് ആണ് യൂസ് ചെയ്യുന്നത്. അടിയിലും കൂടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യൂട്ടോ, കുറച്ചൊരു കണ്ണ് വിടർന്ന ഒരു ലുക്ക് വരാനായിട്ട് വേണ്ടി മാത്രം. ഓക്കെ, നമ്മുടെ ഐലാഷസ് ഡണ്ണായി. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലഷ് ഇടുകയാണ്. ബ്ലഷിന് എൻ്റെ കയ്യിൽ സെപ്പറേറ്റ് ബ്ലഷിൻ്റെ ഐറ്റംസ് ഒന്നുമില്ല. ഞാൻ ലിപ്സ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് കിടക്കും. സോ ബ്ലഷിന് ഞാൻ യൂസ് ചെയ്തത് ഇത്രയും ഉണ്ടായിരുന്നതാ. യൂസ് ചെയ്ത് പകുതിയായി പോയി ഗൈസ്, എന്ത് ചെയ്യാനാ. അപ്പം ഇത് മാഴ്സിന്റെ തന്നെ ലിപ്സ്റ്റിക് ആണ്. ആക്ച്വലി കുറച്ച് റെഡ് കളർ. ഞാൻ റെഡ് കളർ ലിപ്സ്റ്റിക്സ് അങ്ങനെ അധികം യൂസ് ചെയ്യില്ല. ഞാൻ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യും. സോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ അറ്റത്ത് എടുത്തിട്ട് കണ്ടോ, ഡാർക്ക് കണ്ടോ, ഞാൻ ഇവിടെ ഈ ഒരു 3 പോയിന്റ് കൊടുക്കും, ഇവിടെ നിന്ന് 3 പോയിന്റ് കൊടുക്കും. എൻ്റെ മൂക്ക് വല്ലാണ്ട് നീണ്ട മൂക്ക, മൂക്കിൽ ലൈറ്റ് ആയിട്ട് കൊടുക്കും, ഇവിടെ കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്യുക. നല്ലോണം ബ്ലെൻഡ് ചെയ്തതിൽ ജോക്കർ പോലെ ഉണ്ടാവും കേട്ടോ. പക്ഷെ അത് ഒരു പ്രത്യേക ഭംഗി. Look at that guys. Looks pretty. ഓക്കെ, ബ്ലഷ് ആയിട്ടുണ്ട്. കുറച്ച് ബ്ലഷ് വേണമെങ്കിൽ നമുക്ക് കണ്ണിന്റെ മുകളിലും കൂടി കൊടുക്കാം. കുറച്ചൊരു ഐഷാഡോ പാലറ്റ് ഉള്ളവർക്ക് ഐഷാഡോ യൂസ് ചെയ്യേണ്ട. ഐഷാഡോ പാലറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഡാബ് ചെയ്തിട്ട്, ഇത് ആക്ച്വലി കണ്ണെഴുതുന്നതിന് മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. പക്ഷെ ഞാൻ എപ്പോഴും ലാസ്റ്റ് നിമിഷം ചെയ്യുന്ന പോലെ ലാസ്റ്റേ ചെയ്യലുള്ളൂ. ഓക്കെ, ഇതിങ്ങനെ മിക്സ് ചെയ്തു. ഓക്കെ, കുറച്ച് നല്ലോണം ബ്ലഷ് സ്പ്രെഡ് ആക്കണേ, ബ്ലെൻഡ് ആക്കണേ. എല്ലാം കൈകൊണ്ടായത് കാരണം ബ്രഷൊക്കെ ആണെങ്കിൽ കുറേ കൂടി ഈസി ആയിരിക്കും, കുറേ കൂടി സ്മൂത്തും ആയിരിക്കും. എൻ്റെ ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈകൊണ്ടെല്ലാം ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ഇത്രയായി. ഇനി അടുത്തെന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ഇടുന്നതാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് ആണ് ഇനി നമുക്ക് കാണാൻ പോകുന്നത്. ഫേസസ് കാനഡയുടെ ലിപ് ലൈനർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇപ്പം ഞാൻ മിക്കതും കുറേ ന്യൂഡ് ഷെയ്ഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുക. അപ്പം അതിനൊത്ത് ചേർന്ന് പോകുന്നൊരു ടൈപ്പ് ഷെയ്ഡാണിത്. സോ ഫസ്റ്റ് നമ്മുടെ ഔട്ട്ലൈൻ കൊടുക്കാം.
ലിപ്പ് ലൈനർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താന്ന് വെച്ചാൽ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ലിപ് ബാം ഇടണം. അല്ലെങ്കിൽ എൻ്റെ കേസിലാണെങ്കിൽ എൻ്റെ ചുണ്ട് വേഗം ഡ്രൈ ആവും. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ഒരു ലിപ് ബാം ആണ്. ഡോട്ട് ആൻഡ് കീ ഞാൻ യൂസ് ചെയ്യുന്നത്, അതേപോലെ ചില സമയത്ത് ഞാൻ ദേഗയുടെ ബീട്രൂട്ട് ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ഓൾസോ വെരി ഗുഡ്, നല്ല എഫക്റ്റീവ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഡോട്ട് ആൻഡ് കീ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു പിങ്ക് ഷെയ്ഡാണ്. ജസ്റ്റ് അതായത് ഒന്ന് അധികം എന്താ പറയുക, ഡ്രൈ ആവാണ്ടിരിക്കാൻ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇന്നിപ്പോൾ യൂസ് ചെയ്യുന്നത് മേബിലിൻ ന്യൂയോർക്കിൻ്റെ തന്നെ ഒരു ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഫേസസ് കാനഡയുടെ ഉണ്ട്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്സുകളാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഞാൻ സെപ്പറേറ്റ് തന്നെ ഇട്ട ഒരു വീഡിയോ കാണിച്ചു തരാം. എന്തായാലും ഞാൻ ലിങ്ക് ഇതിൽ കൊടുക്കുന്നുണ്ട്. ബാക്കി എങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാം. സോ ഇതാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. എനിക്കിഷ്ടമായി ലിപ്സ്റ്റിക്. ഇത് ഭയങ്കര ലാസ്റ്റിംഗ് ആണ്. അത് ദിസ് ഇസ് വെരി ഗുഡ്. ഓക്കെ, ഇനിയെന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു സാരിയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് പൊട്ടിടുക. അല്ലെങ്കിൽ ഹൈലൈറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ ആക്ച്വലി ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഇവൻറ്റിനൊക്കെ വരുമ്പോൾ ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്യും. സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഹൈലൈറ്റർ ഈ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഇതെന്ന് പറയുമ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ചെടുക്കുക. ഞാൻ ഈ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്. ഇതെടുത്തു ആൻഡ് കുറച്ചിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന രീതിയിൽ നമ്മുടെ ചീക്ക് ബോൺസിൻ്റെ അവിടെയായിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കും. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വളരെ ലൈറ്റായിട്ട് ഇടലുള്ളൂ. ഓക്കെ, എൻ്റെ ലുക്ക് ഫൈനലി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ട്രിക്ക്. ഇതിനകത്ത് കൺസീലറൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഫൗണ്ടേഷനൊക്കെ ഉള്ളൂ. എല്ലാത്തിൻ്റെയും പ്രൊഡക്ട്സ് ഞാൻ ഈ വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. സോ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും വേറെ ടിപ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഞാനും പഠിച്ച് വളർന്നു വരുന്ന ലൈക്ക് എങ്ങനെയാണ്, എനിക്ക് അങ്ങനെ ഭയങ്കര മേക്കപ്പ് കാര്യങ്ങളൊന്നും അറിയത്തൊന്നുമില്ല. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അറിയാം. സോ എന്തെങ്കിലും വേറെ ടിപ്സ് ഉണ്ടെങ്കിൽ ഡു പ്ലീസ് കമൻറ്റ്. ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. വേറെ ബാക്കി ലിപ്സ്റ്റിക് കൂടുതൽ വിശേഷങ്ങളും വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. സോ അതുവരെ ബൈ ബൈ.